വിശിഷ്യ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് രാഷ്ട്രീയ മേഖലകളിലെ മതേതര സ്വഭാവത്തിലുള്ള പാർട്ടികളും സമൂഹങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആത്മപരിശോധനയുടെ ഒരു തലത്തിലേക്കും കൂടി ഇതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ നീങ്ങേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ തലത്തിലുള്ള ഒരു അന്വേഷണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, മുസ്ലിം സമൂഹം എല്ലാ നാനാവശത്തു നിന്നും ഇങ്ങനെ വേട്ടയാടപ്പെടുന്നൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം. ആ കാര്യത്തിൽ മുസ്ലിം സമൂഹം ആത്മപരിശോധന നടത്തേണ്ട മേഖലകൾ ഏതൊക്കെ രംഗങ്ങളിലാണ് അവരുടെ ആത്മപരിശോധന നടക്കേണ്ടത്, അവരുടെ നിലപാടുകളുടെ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു അന്വേഷണം, അതനുസരിച്ചുള്ള സാമൂഹ്യ സൗഹാർദ്ദ സാഹചര്യങ്ങൾ രൂപപ്പെടുത്താനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ, ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലൂടെ ഒരു പര്യടനം, ഖുർആനിലൂടെയും ബൈബിളിലൂടെയും ഒരു പര്യടനം, കുറച്ചൊക്കെ ഭഗവത്ഗീതയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം, ഇതെല്ലാം ഇതിൻ്റെ രചനയ്ക്ക് എനിക്ക് സഹായകരമായിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിൽ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ചരിത്രത്തിലൂടെ മതങ്ങളെ വായിക്കുകയും മതകീയമായി ചരിത്രത്തെ വായിക്കുകയും ചെയ്യുന്ന ഒരു രചനയാണ് ഇതെന്ന് എനിക്ക് പറയാൻ കഴിയും. നമസ്കാരം. ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിജീവനത്തിന്റെ വഴി ഡോക്ടർ അബ്ദുൾ റഹീം നൊച്ചിമയുടെ പുസ്തകം പ്രകാശനം ചെയ്തു. ഇടത്തല കുഞ്ചാട്ടുകര ശാന്തഗിരി ആശ്രമത്തിൽ നടന്ന പരിപാടിയിൽ MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ശരീഅത്ത് അക്കാദമി ചെയർമാൻ അബ്ദുസലാം ഫൈസി ഓണംപള്ളിക്ക് നൽകി പ്രകാശനം ചെയ്തു. തനിമ കലാസാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് പ്രകാശന കർമ്മം നടത്തിയത്. അബ്ദുസമദ് കുന്നക്കാവ് പുസ്തകം പരിചയപ്പെടുത്തി. തനിമ പ്രസിഡന്റ് ഷംസു അധ്യക്ഷത വഹിച്ചു. കുഴിക്കാട്ടുകര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അനസ്, അബ്ദുൽ റഷീദ് ബദരി, അബ്ദുൽ റസാഖ് ഫൈസി, നിസാമുദ്ദീൻ കാസിമി, മുഹമ്മദ് മൂസ PK, തനിമ പുക്കാട്ടുപടി ചാപ്റ്റർ പ്രസിഡന്റ് ഹാരിസ് മൂപ്പൻ എന്നിവർ സംസാരിച്ചു. അങ്ങനെ അറിയപ്പെടുന്നവരെ ആ മഹത്വം കൊണ്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പലരും ആ പേര് ചിലപ്പോൾ കോപ്പി, അത് കോപ്പിറൈറ്റ് എന്നുള്ള നമ്മുടെ നിയമപരമായിട്ടുള്ള വിഷയത്തിൽ ഒരു വളരെ രസകരമായിട്ടുള്ള കേസിൻ്റെ തൂത്തുക്കുടിയിൽ ഒരു ഹൽവ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള 100ഓളം വളരെ കാര്യമാത്ര പ്രസക്തമായ വിശദീകരണം നൽകിയ ബഹുമാനായ ഹാരിസ് ബീരാൻ അവരുടെ അദ്ദേഹത്തോട് അത് അനേകമായി നന്ദി രേഖപ്പെടുത്തിയാണ്. അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് ബഹുമാനായ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ എത്താനുണ്ടായ കാരണം ഞാൻ ഈ ഡോക്ടർ റഹീം സാഹിബായിട്ട് വളരെ പഴയ ഒരു ബന്ധം ഉണ്ട്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലതാണ്. അത് 6 വർഷങ്ങളായിട്ട് കാര്യമായിട്ട് കമ്മിറ്റിയുടെ ഡോക്ടർ അബ്ദുൾ റഹീം സാഹിബിന്റെ ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിജീവനത്തിന്റെ വഴി എന്ന പുസ്തക പ്രകാശന വേദിയിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിന്റെ ആമുഖത്തെക്കുറിച്ചും അതിന്റെ കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.